നീ ഒരു പൊട്ടനാണ്, നീ ഒരു മന്ദബുദ്ധിയാണ്, നിന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല, യു ആർ നോട്ട് ഗുഡ് ഇനഫ്. ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ കുഞ്ഞുനാളിനെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വീട്ടുകാരോ അല്ലെങ്കിൽ കൂടെയുള്ളവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുഞ്ഞുനാളിനെ കേൾക്കുമ്പോൾ 4 രീതിയിലുള്ള റെസ്പോൺസസ് നിങ്ങൾക്ക് വരും. ഒന്ന് ഫൈറ്റ്. അപ്പം നിങ്ങൾ ഫൈറ്റ് റെസ്പോൺസിൽ നിങ്ങൾ അതിനെതിരെ പ്രവർത്തിക്കും. ഇല്ല, ഞാൻ പൊട്ടനല്ല, ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ടൊരു റെസ്പോൺസ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഫ്ലൈറ്റ്. അതായത് ഫൈറ്റ് ചെയ്തിട്ടും എവിടെ എത്തുന്നില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാകുക, ഓക്കെ, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതി. അതൊരു ഫ്ലൈറ്റ് റെസ്പോൺസ് ആയിട്ട് വരും. പിന്നെയുള്ളത് ഫ്രീസ് റെസ്പോൺസ്. അതായത് ഞാൻ എന്ത് ചെയ്തിട്ടും അവരെന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം ആ ഒരു കുട്ടി ഇമോഷണലി നമ്പാവാൻ തുടങ്ങും. പിന്നെയുള്ളത് ഫോൺ. അപ്പോൾ ആ കുട്ടി വിചാരിക്കും എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല, നമുക്ക് ഇറ്റ്സ് ബെറ്റർ ടു ആക്സെപ്റ്റ് ഇറ്റ്. ശരി, ഞാൻ ഒന്നിനും കൊള്ളാത്തതാണ്, ഒന്നും ചെയ്യാൻ പറ്റാതെ, അതെന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അപ്പം ഇത് കുഞ്ഞുനാളിനെ കേട്ടിട്ട് ഉണ്ടാകുന്ന റെസ്പോൺസസ് ആണ് ഇത്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള റെസ്പോൺസ് ആയിരിക്കും. ബട്ട് ഇറ്റ് എഫക്ട്സ് ദിയർ അഡൾട്ട് ലൈഫ്. അപ്പോൾ നമുക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുമ്പം നമുക്ക് ആ ഒരു കുട്ടിയെ റീപാരൻറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പുതിയ തോട്ട്സ് അവർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നെഗറ്റീവായിട്ടുള്ള വേർഡ്സും ഇന്നർ ചൈൽഡ് വൂൺസും ഒക്കെ നമുക്ക് ഹീൽ ചെയ്തെടുക്കാൻ പറ്റും ഇന്നർ ചൈൽഡ് ഹീലിങ്ങിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദ ലിങ്ക് ഇസ് ഇൻ ബയോ, അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് വായിക്കാം.